ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ സകലവും പുതുതാക്കുന്നു. സകലവും പുതുതാക്കുന്നു. യെശയ്യാവ് 25:8 വായിക്കുന്നത്, അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. അവൻ എല്ലാവരുടെയും കണ്ണിൽ നിന്നും കണ്ണുനീർ തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളിച്ചെയ്യുന്നു. ഇന്നത്തെ ഭൂമിയിൽ, നാട്ടിലും നഗരങ്ങളിലും ഉള്ളവയിൽ ചിലത് പുതിയ യെരൂശലേമിൽ ഉണ്ടായിരിക്കത്തില്ല. ഇവിടെ ഇല്ലാത്ത പലതും അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇവിടെയും അവിടെയും തമ്മിൽ സാരമായ ചില വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ഇല്ലാത്തവയെക്കുറിച്ച് നമുക്ക് അല്പം ഒന്ന് നോക്കാം. കണ്ണുനീർ ഒരു കാര്യം. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കണമെങ്കിൽ അവിടെ കണ്ണീർ ഉണ്ടായിരിക്കുമെന്ന് അനുമാനിക്കുന്നവരുമുണ്ട്. ദുഃഖത്തിൻ്റെ കണ്ണീരല്ല, സന്തോഷത്തിൻ്റെതാണ് എന്ന് പറയുന്നവരുമുണ്ട്. സന്തോഷത്തിൻ്റെതാണെങ്കിൽ അത് തുടച്ചു കളയേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. എന്നാൽ നിത്യ സൗഭാഗ്യത്തിൽ കണ്ണുനീർ ഉണ്ടായിരിക്കുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. സങ്കീർത്തനം 56:8 വായിക്കുന്നത്, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിലെ കണ്ണുനീരെല്ലാം ദൈവം തൻ്റെ തുരുത്തിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അവിടെ എത്തുമ്പോൾ നമുക്ക് കണ്ണുനീരുണ്ടായിരിക്കുകയില്ല. ഇവിടെ നമുക്ക് പ്രത്യാശയുടെ ഭാവി ദർശനം ആവശ്യമുള്ളതുകൊണ്ട് അതിന് തടസ്സമുണ്ടാക്കുന്ന കരടുകളെ ഹൃദയദൃഷ്ടിയിൽ നിന്നും കഴുകിക്കളയുവാൻ ഹൃദയത്തകർച്ചയും കണ്ണുനീരും ആവശ്യമാണ്. അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണെന്ന് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നുണ്ട്. കഷ്ടങ്ങളിൽ കണ്ണുനീരുണ്ട്. പ്രസ്തുത പ്രവേശനം എന്നേക്കുമായി നമ്മുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കപ്പെടുന്നു. അതൊരനുഭവമാണ്. അതെ, സ്തോത്രം. രൂപാന്തര ശരീരം ലഭിക്കുന്നതോടെ കണ്ണുനീർ പൊഴിക്കുന്ന മാംസളമായ കണ്ണുകളുടെ സ്ഥിതിയും മാറിയിരിക്കും. ഇന്നത്തെ കണ്ണുനീരിന് മുഖാന്തരമായിരിക്കുന്ന ദുഃഖവും ദുഃഖകാരണങ്ങളായ കഷ്ടതയും രോഗമരണങ്ങളും നമ്മുടെ പിതാവായ ദൈവം ഇല്ലാതാക്കും. അങ്ങനെ ദൈവം തൻ്റെ വിശുദ്ധന്മാരുടെ കണ്ണുനീരെല്ലാം എന്നേക്കുമായി തുടച്ചു കളയും. ഈ പ്രത്യാശയിലാണ് ഭക്തൻ പാടുന്നത്, ദൈവം തൻ വിശുദ്ധന്മാരിൽ കണ്ണുനീരെല്ലാം നീക്കിയേകും നിത്യജീവൻ എന്നേക്കുമായി. ഇത് നമ്മുടെ അനുഭവം കൂടാതെ മറ്റൊരർത്ഥത്തിലും നമുക്ക് ചിന്തിക്കാൻ കഴിയും. പുതിയ ഭൂമിയിലെ മനുഷ്യർക്ക് തന്നെ ജലശരീരം തന്നെ ആയിരിക്കും. അതെ, സ്തോത്രം. മരണം ഇനി ഇല്ല. ദൈവമക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. അതെ, സ്വർഗ്ഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ ക്രിസ്തുവിനൂടെ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ പർദീസ നിലനിൽ